PTA പ്രസിഡന്റ് ആയിട്ടുള്ള ആള് കാസയുടെ വക്താവാണെന്നേ, കാസയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ്. മണിപ്പൂരിൽ മാസങ്ങളായി കലാപം നടക്കുന്നത്. എന്താണ് കാസയുടെ നിലപാട്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നില്? സംഘപരിവാറിന് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിലപാടാണ്. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ നികുതി പണത്തിൽ നിന്നാണ്. മീഡിയകൾക്ക് മുമ്പിൽ വന്നിരുന്ന വർത്തമാനം പറഞ്ഞ് പ്രശസ്തി നേടുക എന്നതിനപ്പുറത്തേക്ക് ഒരു മിനിമം പ്രോഗ്രാമിലേക്ക് ഇവർ ഒതുങ്ങിപ്പോയി. പക്ഷേ ഒരു പരിഹാസത്തിന്റെ ശരം അതിൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് പല ഭിന്നിപ്പുകൾ ഉണ്ടെങ്കിലും മന്ത്രി ശിവൻകുട്ടിയുടെ പല നിലപാടുകളും ഞാൻ അംഗീകരിക്കുന്നു. നമസ്കാരം. വക്കീലെ, പള്ളുരുത്തി സെന്റ് തെരേസ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഹിജാബ് വിവാദം. ഈ ഹിജാബ് വിവാദത്തിൽ ഇന്നലെ പ്രിൻസിപ്പൽ നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ UN കൗൺസിലൊക്കെ പ്രസംഗിക്കുന്ന പ്രാസംഗികരുടെ ഒക്കെ മാതിരി തന്നെ വളരെ ചിരിച്ച് ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് സംസാരിക്കുന്നത് നല്ലൊരു പ്രാസംഗികയാണെന്ന് തോന്നുന്നു. മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു. പക്ഷേ അവർ നടത്തിയിരിക്കുന്ന നന്ദി പ്രകാശനത്തിനകത്ത് ഷോൺ ജോർജിന് വരെ അതിനകത്ത് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ PTA പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് മൊത്തം കാസ അനുകൂല പോസ്റ്ററുകളാണുള്ളത്. ഈ ഒരു വിവാദത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, നമ്മൾ അതിനകത്ത് അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിജാബ് ആയാലും അല്ലെങ്കിൽ ക്രിസ്തീയ സഭയുടെ വിശ്വാസങ്ങളായാലും അല്ലെങ്കിൽ എന്താണ് ശിരോവസ്ത്രമായാലും അതെല്ലാവരും നമുക്കതിനൊരു മനോഹാരിത അല്ലെങ്കിൽ ഒരു ബഹുമാനം, റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വന്ന് മറ്റൊരാളുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതിനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, യോജിക്കാൻ കഴിയത്തില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ന്യൂനപക്ഷ പ്രാതിനിധ്യമുള്ള ഒരു സ്കൂളിൽ എന്താണ് കോടതി വിധികളുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ചട്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു മൈനോറിറ്റി മാനേജ്മെന്റുകൾ ഹൈക്കോടതി തന്നെ 2017 വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ആ ഒരു കാര്യങ്ങൾ പരിപാലിക്കാം. അല്ലെങ്കിൽ സ്കൂളിന് എന്ത് ചെയ്യാം, ചെറിയൊരു വിട്ടുവീഴ്ച, ചെറിയൊരു ശിരോവസ്ത്രം ധരിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അവിടെ അത് കഴിയുന്നില്ല എങ്കിൽ ആ കാര്യങ്ങൾ ആ രക്ഷിതാവിനെയും അല്ലെങ്കിൽ ആ കുട്ടീനെയും വിളിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക. അത് ഇവിടുത്തെ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ സ്കൂളിൻ്റെ അവിടെ ഒരു പക്വത കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതേസമയം ഞാൻ മറ്റൊരു സംഭാഷണം കൂടി കേട്ടു. ആ കുട്ടിയുടെ പിതാവിൻ്റെ അദ്ദേഹം പറയും, എനിക്ക് 3 പെൺകുട്ടികളാണ്, അതിൽ ഒരാൾ UK പഠിക്കുന്നു, ഒരാൾ റഷ്യയിൽ പഠിക്കുന്നു. ഇനി ഇദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, പഠിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല ഒരിക്കലും ഓർത്തഡോക്സ് ആയിട്ടുള്ള അദ്ദേഹത്തെ എന്തെങ്കിലും തരത്തിലുള്ള മതവസ്ത്രം ധരിപ്പിച്ച് വിവാഹം കഴിച്ചു വിടാനല്ല. അദ്ദേഹത്തിന്റെ 2 കുട്ടികളും പഠിക്കുവാണ്. അവരെ ലോകത്തിന്റെ വിവിധ 2 ഭാഗങ്ങളിലായിട്ടാണ് അവർ പഠിക്കുന്നത്. ഈ കുട്ടീനെ ഞാൻ പഠിപ്പിക്കും, ഒരിക്കലും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞാനൊരു കേസിനോ അല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്പ്യൂട്ടിനോ നിൽക്കുന്നില്ല, പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊരു പക്വതയായിട്ടുള്ള സംസാരമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ നടന്നൊരു ഇൻസിഡന്റ് ഈ പേരന്റിനെ വിളിച്ച് പരസ്പരം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇതിനെ മുതലാക്കിയത് അവിടുത്തെ PTA പ്രസിഡന്റ്, പിന്നെ ഈ സ്കൂളിന് നിയമോപദേശം നൽകിയിട്ടുള്ള വക്കീൽ. ഈ നിയമോപദേശം നൽകിയ വക്കീലിനൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, ദൃശ്യ മാധ്യമങ്ങളിൽ തന്നെ കൃത്യമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വർഗീയത ഉണ്ടാക്കി, അതായത് പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കത്തക്ക രീതിയിൽ ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് SDP-യുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്നു, BJP-യുടെ കടന്നുവരവ് നമ്മൾ ശ്രദ്ധിക്കണം, കാസ പോലെയുള്ള സംഘടനകളുടെ കടന്നുവരവ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്ത് ഈ PTA പ്രസിഡന്റ് ആയിട്ടുള്ള ആള് കാസയുടെ വക്താവാണെന്നേ, കാസയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ്. ഈ കാസ എന്ന് പറഞ്ഞാൽ എന്താണ്, BJP-യെ കേരളത്തിൽ എങ്ങനെ അധികാരത്തിൽ കൊണ്ടുവരാം എന്ന്, അല്ലെങ്കിൽ BJP എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ കുറച്ചുകൂടി പക്വമായ രീതിയിൽ വേണമായിരുന്നല്ലോ ഇവരെ സമീപിക്കാനായിട്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, പക്വമായി സമീപിക്കണം. കാരണം കേരളമാണ് ഈ ഡിസ്പ്യൂട്ട് വന്നത് എവിടെയാണ്? കേരളത്തിലാണ്. നമ്മുടെ കേരളത്തില് ഏത് സ്കൂളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നടത്തുന്ന ന്യൂനപക്ഷ മാനേജ്മെന്റുകളിലാണ്. അത് ക്രിസ്തീയ സഭയ്ക്ക് വലിയ പങ്കുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദു സംഘടനകളുടെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, മുസ്ലിം സംഘടനകളുടെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഈ കോളേജുകളിലെ സ്കൂളും എല്ലാം പഠിക്കുന്ന ഇതര മതസ്ഥരാണ്. അവർ എത്രയോ കാലങ്ങളായിട്ട് പഠിക്കുന്നു. അവരാരും തമ്മിൽ അവിടെ ഒരാള് ഇവിടെ ഈ പറയുന്ന അമ്പലത്തിൽ പോകുന്നവർ അമ്പലത്തിൽ പോകുന്നു, അവിടുത്തെ എന്തെങ്കിലും ആചാരങ്ങൾ ഭരിച്ചുകൊണ്ട് അവർ വരുന്നു. പള്ളിയിൽ പോകുന്നവർ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്തീയ പള്ളിയിൽ പോകുന്നവർ അവിടെ പോകുന്നു. അവിടെ ആരും തമ്മിൽ കേരളത്തിലൊരു ഡിസ്പ്യൂട്ടില്ല. ഇവിടെ നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും, നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഉൾപ്പെടെ വലിയ കലാപങ്ങൾ ഈ ഒരു വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കണ്ടിട്ടുണ്ട്, മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മനോഹരമാക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിനെ നമ്മൾ സുന്ദരമാക്കുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നതെന്ന് തന്നെ പറയുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കേരളത്തിന്റെ പൊതുസമൂഹം എന്ത് ചെയ്യുന്നില്ല. ഇവിടെ ജാതിയുണ്ട്, മതമുണ്ട്, എല്ലാം റിയാലിറ്റിയാണ്.
പക്ഷേ ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി സംസാരിക്കുന്ന ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട്. ആ സമൂഹത്തെ എന്ത് ചെയ്യരുത്, ഇത്തരത്തിൽ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന സമീപനം എന്ത് ചെയ്യണം? ഇവിടെ നിസ്സാരമായിട്ട് ആ കുട്ടി അവിടെ നേരത്തെ ആദ്യമായിട്ട് വരുന്ന കുട്ടിയല്ല. ആ കുട്ടി തന്നെ പറയുന്നത് അതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ അവിടെ എന്താണ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യങ്ങൾ അതിലെന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ചിരുത്തി, എന്താണ് നമ്മുടെ സ്കൂളിൽ ഇതൊരു മൈനോറിറ്റി സ്കൂളാണ്, ആ സ്കൂളിൽ എന്ത് ചെയ്യരുത്, സ്വാഭാവികമായിട്ട് നമ്മുടെ കോടതി വിധികൾ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്, ഇവിടെ ചട്ടങ്ങളുണ്ട്, ആ ചട്ടങ്ങൾ പാലിക്കാൻ എന്താണ് എല്ലാവരും ഇവിടെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു യൂണിഫോമാലിറ്റിക്ക് വേണ്ടിയാണ്, എല്ലാവരെയും സമത്വ സുന്ദരമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു കാര്യം തീർക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, കോടതിയിലേക്ക് പോകുന്നു, അവിടേക്ക് സ്കൂൾ അടച്ചിടുന്നു, അവിടെ പോലീസിനെ നിർത്തുന്നു, കുട്ടികളെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, പാനിക്കാക്കുന്നു, അത് ഒരു ചർച്ചയിലേക്ക് വരുന്നു. അവിടെ ആകെ ഒരു വല്ലാതെ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ എന്താണ് ആർട്ടിക്കിൾ 19 25 ഒക്കെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രിസ്ത്യാനിക്കായാലും ലഭിക്കേണ്ടതാണ്. അത് ലഭിക്കണമെന്നാണ് നമ്മുടെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാസ പോലെയുള്ള സംഘടനകൾ ഇവിടെ വല്ലാതെ വാചാലരാകുന്നുണ്ടല്ലോ. എന്താണ് ഒറീസയിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മുടെ കന്യാസ്ത്രീ സഹോദരന്മാരും അല്ലെങ്കിൽ ഇവിടുത്തെ പിതാക്കന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്തീയ പുരോഹിതന്മാരും ആക്രമിക്കപ്പെടുന്നത്? എന്താണ് കാസയുടെ നിലപാട്? മണിപ്പൂരിൽ മാസങ്ങളായി കലാപം നടക്കുന്നു, എന്താണ് കാസയുടെ നിലപാട്? ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നില്? അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിലപാടാണ്. ഇവിടെ കേരളത്തിൽ വോട്ട് തട്ടാൻ വേണ്ടി, കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വോട്ട് വേണം. ആ വോട്ട് വിജയിച്ചത് എങ്ങനെയാണെന്ന് അവർ തൃശ്ശൂരിൽ പരീക്ഷിച്ച് ഒരു പ്രാദേശികമായിട്ട് വിജയിച്ച് അവർ കാണിച്ചിട്ടുണ്ട്. അതേ വിജയം എന്ത് ചെയ്യണം, മറ്റ് കേരളത്തിലെ പല പ്രദേശങ്ങളിലും ആവർത്തിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ എന്ത് ചെയ്യണം, ബോധപൂർവം ഉണ്ടാക്കണം. ആ ബോധപൂർവമായ ഡിസ്പ്യൂട്ടിൽ എന്ത് ചെയ്യണം, എണ്ണ ഒഴിച്ച്, അഥവാ ആരെങ്കിലും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യുന്നു, വർഗീയതയോടെ തിരികെ കയറ്റി എന്ത് ചെയ്യുന്നു, പ്രശ്നം സൃഷ്ടിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു അറിയോ? കാരണം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ഹൈബിയഡൻ എറണാകുളത്തിന്റെ MP, ഇവർ രണ്ടുപേരും കൂടെ ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോവുകയും വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവർ വില്ലിങ് ആവുകയും ചെയ്തു. പിന്നെ തൊട്ടടുത്ത ദിവസം എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ഒരു മെയിൽ ലഭിക്കുന്നു. ആ മെയിലിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സ്കൂളിനോട്. അതിന് തിരിച്ച് വിശദീകരണം നൽകിയാൽ മാത്രം മതി. പക്ഷേ ഈ സ്കൂൾ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശദീകരണം ചോദിച്ചതിന് മറുപടി കൊടുക്കുന്നതിന് പകരമായിട്ട് നേരെ ഹൈക്കോടതിയിൽ വീണ്ടും പോകുന്നു. ഗവൺമെന്റ് സംവിധാനത്തില് മുതിർന്ന ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഒരു സ്കൂളിനോട് വിശദീകരണം പൈസ കൊടുക്കുന്ന ആരാണ്? ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ നികുതി പണത്തിൽ നിന്നാണ്. എന്നിട്ട് ഇവിടെ എയ്ഡഡ് മാനേജ്മെന്റുകൾക്ക് ഒരുപാട് അവകാശമുണ്ട്. സർ പറയുന്നു, ഈ ശമ്പളം കൊടുക്കുന്ന ആരാണ്? നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ കോടതിയിൽ ചെല്ലുന്നു. കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കോടതി ഇന്ന് ഇവർക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്നു. അവർക്ക് സ്റ്റേ അനുവദിക്കുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇതുമായിട്ട് കോടതി ചെന്ന വക്കീലിനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യാർത്ഥികളെ തരംതിരിച്ച് മതത്തിന്റെ പേരിൽ വേർതിരിച്ച് നമ്പറുകൾ പറഞ്ഞു എന്തിനാന്നുള്ള ഒരു വിമർശനം കൂടി ആ വക്കീലിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇത്രയൊക്കെ ഇതെനിക്ക് തോന്നുന്നു ഒരു മീഡിയോമാനിയ എന്ന് പറയുന്നൊരു പ്രശ്നമില്ലേ? കാരണം മീഡിയകൾക്ക് മുമ്പിൽ വന്നിരുന്ന വർത്തമാനം പറഞ്ഞ് പ്രശസ്തി നേടുക എന്നതിനപ്പുറത്തേക്ക് ഒരു മിനിമം പ്രോഗ്രാമിലേക്ക് ഇവർ ഒതുങ്ങിപ്പോയി. പക്ഷേ ഒരു പരിഹാസത്തിന്റെ ശരം അതിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് അത് ഞാൻ പറഞ്ഞു. ഇവിടെ നമ്മള് അതാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, ഒരു ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് മറ്റൊരാളെ എന്ത് ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം. നമ്മുടെ രാജ്യം, നമ്മൾ രാവിലെ എന്താണ് പ്രതിജ്ഞ ചെല്ലുന്നത്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഇന്ത്യയിലെ എല്ലാവരും എൻ്റെ ഇതാണ് സ്കൂളിൽ പാടുന്ന സഹോദരി സഹോദരന്മാരാണ്. ഞാൻ ഇന്ത്യ രാജ്യത്തെയും എൻ്റെ സംസ്കാരത്തെയും എന്ത് ചെയ്യുന്നു, എൻ്റെ സംസ്കാരം എന്താണ്, നാനാത്വത്തിൽ ഏകതമായ ഒരു സംസ്കാരമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ് എൻ്റെ സംസ്കാരം. അവിടെ എന്താണ്, ഹിന്ദുവിനായാലും മുസ്ലിമാനായാലും സിഖുകാരനായാലും ക്രിസ്ത്യാനിക്കായാലും പാഴ്സിക്കായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവകാശങ്ങളുണ്ട്. അവൻ അവൻ്റെ രീതിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അവൻ അവൻ്റെ രീതിയിൽ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അവൻ അവൻ്റെ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാവരെയും കൂടെ കോർത്തിണക്കുമ്പോഴാണ് ഒരു സൗന്ദര്യം എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ മതചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മതബോധ്യങ്ങൾ അല്ലെങ്കിൽ മത നേതാക്കന്മാർ, ജാതി നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ എന്ത് ചെയ്യണം, ഒരു കാര്യം കേൾക്കുമ്പോഴേ എന്ത് ചെയ്യണം, ഈ കാളപെറ്റെന്നുള്ള രീതിയിൽ കയറെടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, അവരതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് എന്താണ് എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചത്, അല്ലെ എന്താണ് എൻ്റെ വിശ്വാസ പ്രമാണം എന്നെ പഠിപ്പിച്ചത്. ഇവിടെ ഒരാള് എന്തെങ്കിലും ഒരു ശിരോവസ്ത്രം ധരിച്ചാൽ തകർന്നു വീഴുന്നതാണോ ഇവിടുത്തെ ഒരു മതവിശ്വാസം? അതാണോ യേശുദേവൻ പഠിപ്പിച്ച മതവിശ്വാസം?
അതല്ലെങ്കിൽ എന്താണ് ഒരു മറ്റൊരാളുടെ ഒരു സ്കൂളിൽ ആചാരണം നടത്തുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ മതാചാരം കഴിഞ്ഞ് പോകുമ്പോൾ തകർന്നു വീഴുന്നതാണോ ഇവിടുത്തെ മുസ്ലിം വിശ്വാസം? എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് ഈ വിഷയത്തെ ഇവിടെ അവസാനിപ്പിച്ച് കളയേണ്ട ഒരു വിഷയമല്ല, ഇതിനകത്തൊരു നിയമ നടപടി കൂടി ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഇനിയും മറ്റൊരു സ്കൂളിലും ഇത് ആവർത്തിക്കാതിരിക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ ഇച്ഛാശക്തിയാണ്. ഞാൻ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എനിക്ക് രാഷ്ട്രീയപരമായിട്ട് പല ഭിന്നിപ്പുകളുണ്ടെങ്കിലും മന്ത്രി ശിവൻകുട്ടിയുടെ പല നിലപാടുകളും ഞാൻ അംഗീകരിക്കുന്നു. അതേ ഒരു അടുത്ത സമയത്ത് ഒരു ബൈറ്റ് കൊടുത്തു, ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇവിടെ വെള്ളിയാഴ്ച പരീക്ഷ നടത്തുന്നതിനെ ആൾക്കാർ എതിർക്കുന്നു, അപ്പോൾ ശനിയാഴ്ച പരീക്ഷ വെച്ചപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു വിഭാഗം വന്ന് പറയുന്നത് എന്ത് ചെയ്യരുത്, ശനിയാഴ്ചയും പരീക്ഷ നടത്തരുതെന്ന് പറയുന്നു. അപ്പോൾ മറ്റൊരാൾ പറയുന്നു മറ്റൊരു ദിവസം. ഇവിടെ എന്താണ് ഇത്? ഇവിടെ എങ്ങനെ നടക്കും? ഇവിടെ വർക്കിംഗ് ഡേയിൽ പരീക്ഷകൾ നടക്കും, ഇവിടെ പരീക്ഷകൾ നടത്താം. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ് ശിവൻകുട്ടി മിനിസ്റ്റർ പറയുന്നത്? ഇപ്പൊ ആദ്യം എല്ലാവരും ശിവൻകുട്ടി മിനിസ്റ്ററെ വിമർശിച്ചു, പക്ഷെ ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്താണ്, സർക്കാർ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇടപെടണം. പറഞ്ഞാൽ മാത്രം പോരാ. ശിവൻകുട്ടി മിനിസ്റ്റർ എന്തല്ല ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിൽ നിന്ന് നടപടികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതായത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന, അല്ലെ സർക്കാർ NOC കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ എന്ത് നടക്കണമെന്ന്, അല്ലെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള അധികാരം സർക്കാരിനില്ലെങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിന് എന്ത് ലൈസൻസ് ആണ്, അല്ലെ എന്ത് പ്രവർത്തനാനുമതിയാണ് കൊടുക്കുന്നത്? ഇവിടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, അത് LDF ആയാലും UDF ആയാലും അത് ജനാധിപത്യ സർക്കാരാണ്. അതിപ്പോ എന്തല്ല, ഇനി നാളെ BJPയുടെ സർക്കാർ വന്നാലോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ സർക്കാർ വന്നാലോ എന്താണ്, അത് ജനാധിപത്യപരമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ സർക്കാരിന് എന്തുണ്ട്, ആ നാട്ടിൽ NOC കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ നാട്ടിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അല്ലെങ്കിൽ അതിൽ ഇടപെടാനുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അതിനാണല്ലോ നിയമപേക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ എന്തായാലും ഒരു അരാജകത്വമല്ലല്ലോ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ആ നിയമത്തിനെ പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ്. ഇവിടെ ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇടപെടണമെന്നുള്ള കൃത്യമായിട്ടുള്ള മാനുവൽ നമ്മുടെ നാട്ടിൽ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലേക്ക് നിങ്ങൾ ആരും ഇടപെടരുത്, അല്ലെങ്കിൽ നിങ്ങൾ ആരും ചോദിക്കരുതെന്ന് പറയാൻ എന്തില്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പറ്റില്ല. അവിടെ ഗവൺമെന്റിന്റേതായ അധികാരമുണ്ട്. ആ അധികാരം എന്ത് ചെയ്യണം, ഗവൺമെന്റ് ഉപയോഗിക്കണം. ഇനി ഒരിക്കലും എന്ത് ചെയ്യരുത്. അതായത് ആ പിതാവ് അദ്ദേഹം കോടതിയിലൊന്നും പോകുന്നില്ലെന്ന് എന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഞാനും ആദ്യം തന്നെ ഈ വാർത്ത കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇദ്ദേഹം എന്തിനാണ് ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഇദ്ദേഹം എന്താ വെച്ചാൽ ചില ബാഹ്യശക്തികളുടെ പിന്തുണയോട് സ്കൂൾ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായിട്ട് മാറുകയും അദ്ദേഹം പറഞ്ഞു. അല്ല ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ എന്ത് ചെയ്തു, വൈകിപ്പോയി. കാരണം അദ്ദേഹത്തിന്റെ എന്താണ്, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 3 കുട്ടികളാണ്, അതിൽ 2 പേര് എന്ത് ചെയ്യുന്നു, വിദേശത്ത് പഠിക്കുന്നു. ഇവിടെ ഇദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യാണ്, പഠിപ്പിക്കാൻ വേണ്ടി എന്താ. അപ്പൊ അങ്ങനെയുള്ള ഒരു പിതാവിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിലൊക്കെ എന്താണ്, ഇനി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. കാസയെ കുറിച്ച് പറഞ്ഞു, മറുഭാഗത്തും എന്താണ് SDPക്കാരും മറ്റു പല ആൾക്കാരും എന്ത് ചെയ്യുന്നു, ഇവിടെ എവിടെയെങ്കിലും ഒരു കലക്ക വെള്ളത്തെ മീൻ പിടിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും ഇതിലൊന്നും കക്ഷിയല്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്. BJPക്കാർ എന്ത് ചെയ്യുന്നു, വല്ലാതെ അങ്ങ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു. ഒറീസയിലും ഛത്തീസ്ഗഡിലും അല്ലെങ്കിൽ കർണാടകയിലും ഒന്നും കൊടുക്കാത്ത സപ്പോർട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ കൊടുക്കുന്നത്. അവർക്കങ്ങ് വല്ലാത്ത അങ്ങ് ത്വരയാണ്. എന്താണ് ഈ മറ്റേ ന്യൂനപക്ഷങ്ങളോട് എന്ത് ത്വരയാണ്. അപ്പൊ അവര് പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആശയ അടിത്തറയിലോ അങ്ങനെ ഒരു ത്വര ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, അവരുടെ നിലപാടുകൾ മാറ്റട്ടെ, അവരുടെ താത്വിക ആചാര്യന്മാർ വിചാരധാരയിൽ ഉൾപ്പെടെ കുറിച്ചു വെച്ച കാര്യങ്ങൾ എന്ത് ചെയ്യട്ടെ, മാറ്റം വരുത്തട്ടെ. എന്നിട്ട് അവർ സംസാരിക്കട്ടെ. ഗുരുജി ഗോൾവൽക്കർ വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ക്രിസ്ത്യാനികൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ആ കാര്യത്തിൽ അവർ മാറ്റം വരുത്തട്ടെ, സ്വാഗതം ചെയ്യാം. ഇപ്പോഴും മാറ്റം വരുത്തിട്ടില്ലല്ലോ. എങ്ങനെ മാറ്റം വരുത്താം? ഇവിടെ എന്താണ് അങ്ങനെ വരുത്താതെയാണ് ജേക്കബ് തോമസ് എന്ന് പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥൻ DGP പോയിട്ട് RSS ചേർന്നിരിക്കുന്നത്. അത് ഞാൻ മതം ഉപേക്ഷിച്ചോ എന്ന് ഇനി പരിശോധിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞു. അതിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ആളുകളെ വല്ലാതെ എന്ത് ചെയ്യുന്നു, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, അന്ധമായിട്ട് എന്താണ് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിം വിരോധം, ക്രിസ്ത്യൻ വിരോധം, ഹിന്ദു വിരോധം. ഇത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു മതേതര സമൂഹത്തിൽ, അതായത് മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ തന്നെ വിറ്റഴിച്ചുകൊണ്ട് ലാഭം കൊയ്യാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ എന്താണ് നമ്മുടെ ഈ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ് അവരുടെ വോട്ടിംഗ് ബാലൻസ് കൂട്ടാനുള്ള ഒരു സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങൾക്ക് നമ്മുടെ മത നേതൃത്വം എന്ത് ചെയ്യരുത്, നിന്നു കൊടുക്കരുത്. ഇവിടെ മത നേതൃത്വം എന്ത് ചെയ്യണം, ഇച്ഛാശക്തിയോടുകൂടി ഇടപെടണം. ഇവിടെ മത നേതൃത്വം വിവേകത്തോടു കൂടി ഇടപെടണം. ഇവിടെ മത നേതൃത്വം എന്താണ്, അങ്ങനെയാണ് നമ്മൾ കേരളത്തെ എന്ത് ചെയ്തത്, സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ച ഒരു ഭൂമികയാണ് പിന്നീട് എന്ത് ചെയ്തത് നമ്മുടെ നവോത്ഥാന നായകന്മാരും സാംസ്കാരിക നായകന്മാരും മത നേതൃത്വവും ഒക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ന് കാണുന്ന രീതിയിലൊരു സമൂഹമായിട്ട്. ഇവിടെ ഒരടുത്തും എന്തില്ല, ഒരു ഡിസ്പ്യൂട്ട് ചിലയിടത്തൊക്കെ ഉണ്ടാവാം, പക്ഷേ നമ്മൾ ബഹുഭൂരിപക്ഷവും സ്കൂളിലും കോളേജിലും ഒന്നും എന്തില്ല, ഡിസ്പ്യൂട്ടുകളില്ല. ഇവിടെ എത്ര കോളേജുകൾ നമ്മൾ പഠിച്ചാൽ മതി, എത്ര കോളേജുകൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ വർഗീയ സംഘടനകൾ ഭരിക്കുന്നു.
അല്ലെ എത്ര കോളേജിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു? എണ്ണിയാൽ ഒടുങ്ങത്തിൽ 1-2 കോളേജുകളോ അല്ലെ 3-4 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കേരളത്തിൽ. വിദ്യാർത്ഥി സമൂഹം എന്ത് ചെയ്യുന്നു? ഇവിടെ KSU ആയാലും SFI ആയാലും മതേതര സംഘടനകളെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂടെ നിർത്തുന്നത്. ഇവിടെ വിദ്യാർത്ഥി സമൂഹം എന്ത് ചെയ്യുന്നു? ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നില്ല, അവരോട് ഗോ ബാക്ക് ആണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ആ ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് ചെറിയ കുട്ടികളെ ഇത്തരത്തിൽ നിങ്ങൾ അത് ചെയ്തു അല്ലെ ഇത് ചെയ്തു, അവരവർ ചെയ്യട്ടെ, അതല്ലേ അവരുടെ ആചാരങ്ങൾ. അവർ കാര്യം ഒരു മതവും എന്ത് ചെയ്യുന്നില്ല, ലോകത്തെ സ്നേഹിക്കാനാണ് എല്ലാ മതവും എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത്. ഒരു മതവും മറ്റൊരാളെ തല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാളെ ഇതാക്കാനോ പഠിപ്പിക്കുന്നില്ല. ഇവിടെ മതദർശനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് മതബോധ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ചിന്ത, കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും മാറുമ്പോൾ ഇവരൊക്കെ എവിടേക്കാണ് ചെല്ലുന്നത്? ഇവരൊക്കെ ചെല്ലുന്നത് ലഹരി മാഫിയയിലേക്കാണ്, ഇവരൊക്കെ ചെല്ലുന്നത് എവിടെയാണ്? അരാജകത്വത്തിലേക്കാണ് ഇവരൊക്കെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പകരം ഇതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത പ്രത്യേകിച്ച് കുട്ടികളെ കാട്ടി രക്ഷിതാക്കളെ കാട്ടി അധ്യാപകർക്കാണുള്ളത്. ആ അധ്യാപകർ ആ കാര്യം എന്ത് ചെയ്യണം? ഉത്തരവാദിത്തോടെ നിറവേറ്റണം.